സച്ചിയുടെ അച്ഛമ്മ അടുത്ത ദിവസം തന്നെ തിരിച്ചു നാട്ടിലേക്ക് മടങ്ങി പോകുന്നുണ്ട്. അത് കണ്ട് ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷാവുകയാണ്. വർഷയിട്ട ഡ്രസ്സ് കണ്ട് ചന്ദ്രമതിക്കും ശ്രുതിക്കും അച്ഛനും ഒക്കെ ആകെ വല്ലാതായി നിൽക്കുവാണ്. വർഷേ, നീ എന്താ ഇട്ടിരിക്കുന്നേ? നിന്റെ വീട്ടിൽ നിന്ന് വരുമ്പോ നല്ല ഡ്രസ്സൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ, എല്ലാം എടുത്തിട്ട് വന്നതാ ആന്റി എന്ന് വർഷ പറയുന്നുണ്ട്. പിന്നെന്തിനാ വർഷമോളെ ഈ ഡ്രസ്സ് എടുത്തിട്ടേ? ഇത് നിനക്ക് ചേരുന്നില്ല. എനിക്കെന്തോ ഈ ഡ്രസ്സ് അത്ര നന്നായിട്ട് തോന്നുന്നില്ല, കാണുന്നവർക്ക് പോലും ഇഷ്ടപ്പെടില്ല എന്ന് ശ്രുതി പറയുമ്പോൾ, എൻ്റെ ഡ്രസ്സ് എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ ഇടും, ഇതിൽ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം എന്ന് വർഷ ചോദിക്കുവാണ്. മോളെ, ഇത് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് പോലുണ്ട്, വീട്ടിൽ നിറയെ ആണുങ്ങളുള്ളതല്ലേ, നിന്റെ അങ്കിളും ഉണ്ട് എന്ന് ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്കിളുണ്ടെങ്കിൽ എനിക്കെന്താ ആൻറ്റി, എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായിട്ട് തോന്നി, അതുകൊണ്ട് ഇട്ടു. ഈ വീട്ടിൽ അതിന് പ്രത്യേകിച്ച് നിയമമുണ്ടോ? ഞാൻ ഇതുപോലെയുള്ളതാ എൻ്റെ വീട്ടിൽ ധരിക്കാറുള്ളത്. മമ്മി ഡാഡി പോലും ഒന്നും പറയാറില്ല. ആൻറ്റിക്ക് എന്താ പ്രശ്നം? അല്ല, ഇതെൻ്റെ വീട് തന്നെയല്ലേ, എൻ്റെ ഡ്രസ്സ് ഇടണം എന്നുള്ള റൈറ്റ്സ് എനിക്കാ ഉള്ളത് ആൻറ്റി എന്ന് പറഞ്ഞ് വർഷ ദേഷ്യപ്പെടുവാണ്. അതെ, ഇത് നിന്റെ വീടാണ് എന്ന് ചന്ദ്ര പറയുമ്പോൾ, ഒന്നുകിൽ ആൻറ്റി തന്നെ ഇവളെ പറഞ്ഞു മനസ്സിലാക്ക്, എനിക്ക് സംസാരിച്ചിട്ട് മതിയായി എന്ന് പറഞ്ഞ് ദേഷ്യത്ത് നിൽക്കുവാണ് ശ്രുതി. അത് കണ്ട് രേവതി വന്ന്, വർഷേ, നിനക്ക് ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട്. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ശ്രീകാന്തിനോടൊപ്പമോ നിന്റെ ഫ്രണ്ട്സിനോടൊപ്പമോ പുറത്തേക്ക് പോകുമ്പോൾ നിനക്കിതിടാം. എന്നാ ഇപ്പോൾ ഇവിടെ ഒരു കൂട്ടുകുടുംബമല്ലേ താമസിക്കുന്നത്, അപ്പോൾ മറ്റുള്ളവരുടെ ഇഷ്ടം കൂടി നമ്മൾ നോക്കണ്ടേ? വയസ്സിൽ മൂത്തയാളാ അച്ഛൻ, അദ്ദേഹത്തിന് കുറച്ച് മര്യാദ കൊടുക്കണമല്ലോ, അതാ അമ്മ പറഞ്ഞത് എന്നൊക്കെ രേവതി ഉപദേശിക്കുന്നുണ്ട്. ഇതൊന്നും എനിക്കറിയില്ല ഏട്ടത്തി, നമുക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് നമുക്കിടാലോ. ഇതൊക്കെ ഞാൻ നോക്കാറില്ല. നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ലെന്നാണോ? അതിൽ പോലും സെൻസർ ചെയ്താൽ എങ്ങനെയാ ഏട്ടത്തി? നമ്മൾക്ക് എന്തു വേണമെന്ന് മറ്റുള്ളവരാണോ ഡിസൈഡ് ചെയ്യുന്നത്? അത് പാടില്ല ഏട്ടത്തി. ഓരോരുത്തരും ഇൻഡിവിജ്വൽസ് ആണ്, എല്ലാവർക്കും ഓരോ പ്രൈവസി ഇല്ലേ എന്ന് ചോദിച്ച് വർഷയും ദേഷ്യപ്പെടുന്നുണ്ട്. അതൊക്കെ ശരിയാണ് വർഷ, നമുക്കൊരു ശീലമുണ്ടല്ലോ, ഇതുമാതിരി ഡ്രസ്സ് ഇടുന്നതിൽ തെറ്റില്ല. പക്ഷേ നമുക്ക് ചുറ്റുള്ളവരെ കൂടി അത് അംഗീകരിക്കാൻ വേണ്ടി അച്ഛനൊന്നും പറയില്ല, എന്നാലും നമ്മളൊരു മര്യാദ കൊടുക്കണ്ടേ എന്നൊക്കെ രേവതി പറയുമ്പോൾ, എന്തോ ഏട്ടത്തി എനിക്ക് വലിയ ക്ലാസ്സൊക്കെ എടുത്ത് തരുവാണല്ലോ. പ്രശ്നം അതൊന്നുമല്ല, പ്രശ്നം ഡ്രസ്സിലല്ല ഏട്ടത്തി, കാണുന്നവരുടെ കണ്ണിലാണുള്ളത്. അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ശരി, ഓക്കെ, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആണെങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് മാറ്റി നല്ലതിട്ടോളാം. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ, ഇത് ചേഞ്ച് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ ഏട്ടത്തിക്ക്. ഏട്ടത്തിക്ക് വേണ്ടി മാത്രം ഞാനത് ചെയ്യാം എന്നു മറുപടി കൊടുത്ത് വർഷ അകത്തേക്ക് പോവാണ്. താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുവാണ് രേവതി. ഇതൊക്കെ കണ്ട് ശ്രുതി, നമ്മൾ പറഞ്ഞിട്ട് അവൾ കേട്ടില്ല, ഇതിപ്പോ രേവതി പറഞ്ഞ ഉടൻ അവൾ അനുസരിക്കുന്നു എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, അതാ മോളെ എനിക്കും മനസ്സിലാവാത്തെ, ഇവളെന്തിനാ ഇവളെ അനുസരിക്കുന്നേ? അത്രയൊക്കെ അറിവ് ഈ രേവതിക്കുണ്ടോ എന്നൊക്കെ ചന്ദ്ര ആലോചിക്കുവാണ്. എന്നാലും വർഷ പറഞ്ഞതു ശരിയല്ലേ, ഡ്രസ്സ് ഇടുന്നത് അവരവരുടെ ഇഷ്ടമല്ലേ? അങ്ങനെ ശ്രുതി പറയുന്ന സമയത്ത് വർഷ മറ്റൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് വരുവാണ്. രേവതി ഏട്ടത്തി, ഇത് ഓക്കെയാണോ എന്ന് വർഷ ചോദിക്കുമ്പോൾ, അതെ, വളരെ നന്നായിട്ടുണ്ട്, നിനക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും നന്നായിരിക്കും വർഷേ എന്നൊക്കെ രേവതി പറയുകയാണ്. ആൻറ്റി, ഈ ഡ്രസ്സ് ഓക്കെയാണോ? ശ്രുതിയേടത്തി, ഇപ്പോൾ എല്ലാവർക്കും സന്തോഷായില്ലേ എന്ന് വർഷ ചോദിക്കുമ്പോൾ എല്ലാവരും ചിരിച്ച് സന്തോഷിക്കുവാണ്. രാവിലെ ആയപ്പോൾ രേവതി അലക്കാനുള്ളതൊക്കെ എടുത്തോണ്ട് പോവാണ്. അത് കണ്ട് ചന്ദ്രമതി രവിയേട്ടന്റെ കുറെ ഡ്രസ്സ് എടുത്തോണ്ട് വന്ന് ആ ബക്കറ്റിലിട്ട് കൊടുക്കുവാണ്. ദിവസം മൊത്തം ഇതും അലക്കിക്കൊണ്ട് സമയം കളയരുത്, പെട്ടെന്ന് ജോലി തീർത്ത് വീട് തുടയ്ക്കാനുണ്ട് അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ, ആ സമയത്ത് ശ്രുതി തൻ്റെ ഭർത്താവിൻ്റെ ഷർട്ട്സൊക്കെ എടുത്തോണ്ട് രേവതിയെ വിളിക്കുകയാണ്. എന്നെ ഒരു ക്ലയൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അർജൻറ്റായി പോയേ പറ്റൂ. ഈ ഡ്രസ്സെല്ലാം കാലത്ത് തന്നെ ഞാൻ മെഷീനിലിട്ട് വാഷ് ചെയ്തതാണ്. ഇത് കുറച്ച് സുധിയുടെ 2-3 ഷർട്ടാണ്. ഇതുപോലുള്ള മെറ്റീരിയൽസ് മെഷീനിലിട്ട നൂല് നൂലായി വരും, അതുകൊണ്ട് നീ ഇത് കൈകൊണ്ട് വാഷ് ചെയ്താൽ മതി. അല്ല രേവതി, നിന്റെ അടുത്ത് നിറയെ ഡ്രസ്സുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും സുധിക്ക് നാളെ വലിയ ഡീലേഴ്സൊക്കെ ഷോറൂമിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് വളരെ ബ്രാൻഡഡ് ആയ ഷർട്ടാണ്, ഇതിട്ട് പോയാൽ നല്ല ലുക്കായിരിക്കും എന്നൊക്കെ ശ്രുതി പറഞ്ഞത് കേട്ട് രേവതിക്ക് നല്ല ദേഷ്യം വരികയാണ്. എന്നിട്ട് വരുന്നവരാരും കാറ് വാങ്ങാൻ വേണ്ടിയല്ല വരുന്നത്, ഇയാളുടെ ഷർട്ട് വാങ്ങാൻ വേണ്ടി ആയിരിക്കും അല്ലേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. സുധി കാർ ഓടിക്കാൻ പോകുന്നവനൊന്നുമല്ല,
കാറ് വിൽക്കാൻ പോകുന്നവനാണ്. സെയിൽ ചെയ്യാൻ പോകുമ്പോൾ നീറ്റായിട്ടുള്ള ഡ്രസ്സ് ധരിക്കണ്ടേ? അങ്ങനെ ശ്രുതി അതിന് മറുപടി കൊടുക്കുവാണ്. അതിന് കാർ ഓടിക്കുന്നവര് എങ്ങനെ ഡ്രസ്സ് ചെയ്താലും അത് പ്രശ്നമില്ലെന്നാണോ? അതും കഷ്ടപ്പാടുള്ള ജോലി തന്നെയാണ് എന്നു പറഞ്ഞ് രേവതിയും ദേഷ്യപ്പെടുകയാണ്. അത് കണ്ട് ചന്ദ്ര, എടി അതൊക്കെ നീ എന്തിനാ ഇവളോട് ചോദിക്കുന്നേ? പറഞ്ഞ പണി മാത്രം നീ ചെയ്താ മതി, വേഗം ചെയ്യാൻ നോക്ക്. ആ തുണി വാങ്ങി അലക്കിയിട്, നീ കൊടുത്തിട്ട് പോമോളെ, അവൾ അലക്കിയിട്ടോളും. അങ്ങനെ ചന്ദ്ര പറഞ്ഞത് കേട്ട് ശ്രുതി ആ തുണികളെല്ലാം രേവതിയുടെ ബക്കറ്റിലിടാൻ പോവാണ്. ഒരു മിനിറ്റ്, എനിക്കൊരുപാട് പണികളുണ്ട്, എന്നെ കൊണ്ട് അലക്കാൻ പറ്റില്ല. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നിങ്ങളുടെ ഭർത്താവുമായി ബന്ധപ്പെടുന്ന ഒരു ജോലിയും ഞാൻ ചെയ്യില്ലെന്ന്. ഒരു ഷർട്ട് പോലും എന്നെ കൊണ്ട് വാഷ് ചെയ്യാൻ പറ്റില്ല, എടുത്തിട്ട് പോവാൻ നോക്ക്. അങ്ങനെ തീർത്തു പറയുകയാണ് രേവതി. എന്താടി, അതില് എന്റെ ഭർത്താവിന്റെ ഷർട്ടും ഉണ്ട്, ശ്രീകാന്തിന്റെ ഷർട്ടും ഉണ്ട്. അപ്പോ ഈ തുണി മാത്രം നിനക്ക് അലക്കാൻ പറ്റില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുവാണ്. അമ്മേ, അച്ഛന്റെ ഷർട്ടും ശ്രീകാന്തിന്റെ ഷർട്ടും എല്ലാം വേറെയാണ്. എന്നാ നിങ്ങളുടെ മൂത്ത മകന് വേണ്ടി ഒരു പണിയും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുവാണ് രേവതി. രേവതി, ഞാൻ നിന്റെ അടുത്ത് എമർജൻസി എന്ന് പറഞ്ഞതല്ലേ എന്ന് ശ്രുതി പറയുമ്പോൾ, ഇതിനിങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല ശ്രുതി. വരുന്ന കസ്റ്റമേഴ്സൊക്കെ സെയിൽസ്മാന്റെ ഷർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാറില്ല, ആളെങ്ങനെ എന്ന് മാത്രമേ നോക്കാറുള്ളൂ. അങ്ങനെ രേവതി മറുപടി കൊടുക്കുവാണ്. അത് കേട്ട് ചന്ദ്ര ദേഷ്യത്തിൽ എഴുന്നേറ്റ് വന്ന് രേവതിയുടെ നേർക്ക് ചെല്ലുവാണ്. എന്താടി, നിനക്ക് അഹങ്കാരം പിടിച്ചോ? നീ എന്താ പ്രൊഫസറിനെ പോലെ ക്ലാസ് എടുക്കുന്നോ? ശ്രുതിമോൾക്ക് ചെയ്യാൻ ടൈമില്ലാന്ന് പറഞ്ഞില്ലേ, അപ്പൊ നീ തന്നെ ചെയ്യേണ്ടതല്ലേ? എന്റെ മോൻ ഈ വീട്ടില് വലിയ പഠിപ്പ് പഠിച്ചവനാണ്, ഈ വീട്ടിലെ മൂത്ത കുട്ടിയാ അവൻ, അവന് നീ വില കൊടുക്കില്ലേ എന്ന് ചോദിച്ച് ചന്ദ്ര ബഹളം വയ്ക്കുന്നുണ്ട്. എന്നാ അമ്മ തന്നെ അവന്റെ ഷർട്ട് അലക്കി കൊടുത്തേക്ക് എന്ന് രേവതി പറയുമ്പോ, എന്ത് ഞാൻ അലക്കി കൊടുക്കണമെന്നോ? അങ്ങനെ ചന്ദ്ര പറയുമ്പോ, അമ്മേ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു, അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞു, ഞാൻ അലക്കി തരില്ല, പറഞ്ഞത് മനസ്സിലാക്കിക്കോ. അങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞ് രേവതി പോവുകയാണ്. ആ സമയം ഏട്ടത്തിയെന്ന് വിളിച്ചുകൊണ്ട് വർഷ എത്തുകയാണ്. ഏട്ടത്തി, എൻ്റെ 2-3 ടോപ്പുണ്ട്, ഒന്ന് വാഷ് ചെയ്ത് തരുമോ? ഏട്ടത്തിയുടെ കയ്യിൽ അല്ലെങ്കിൽ ഇത്രയും ഡ്രസ്സ് ഉണ്ടല്ലോ. പാവം ഏട്ടത്തി, നിങ്ങളിത് ഒറ്റയ്ക്ക് വാഷ് ചെയ്യാൻ പോവാണോ? ആൻറ്റി എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ, നിങ്ങൾക്കൊന്ന് വന്ന് സഹായിച്ചൂടെ എന്ന് വർഷ ചോദിക്കുവാണ്. എന്ത്, ഞാൻ സഹായിക്കണമെന്നോ? അങ്ങനെ ചന്ദ്ര ചോദിച്ച് ആകെ വല്ലാതായി നിൽക്കുവാണ്. നിങ്ങൾ രണ്ടുപേരും വാഷ് ചെയ്ത തുണികളൊക്കെ പെട്ടെന്ന് അലക്കി തീരില്ലേ? അപ്പോ രേവതി ഏട്ടത്തിക്കും അത് വലിയൊരു സഹായമായിരിക്കും. അങ്ങനെ വർഷ ചന്ദ്രയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ്. ഇവളിനി എന്നെ സെർവന്റ് ആക്കുമല്ലോ, ഇവളോടാണെങ്കിൽ എനിക്കൊന്നും എതിർത്ത് പറയാനും കഴിയില്ല. അങ്ങനെ ആലോചിച്ച് ചന്ദ്രമതി, അല്ല വർഷമോളെ, രേവതി തന്നെ ഇതൊക്കെ ചെയ്തോളും, അവൾക്കിതില് യാതൊരു കഷ്ടപ്പാടുമില്ല എന്ന് പറയുകയാണ്. അതെങ്ങനെ ആൻറ്റി കഷ്ടപ്പാടില്ലാതിരിക്കും? വീട്ടിലെ എല്ലാ പണിയും ഏട്ടത്തി ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നേ? ജോലി ഷെയർ ചെയ്ത രേവതി ഏട്ടത്തിക്ക് കുറച്ചെങ്കിലും റിലാക്സ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വർഷ പറയുമ്പോൾ, റിലാക്സ് ചെയ്യാൻ ഈ രേവതി എന്താ ഓഫീസ് ജോലിക്കാണോ പോകുന്നേ? വീട്ടുപണിയല്ലേ, ഈ പണിയല്ലാതെ ഇവൾക്ക് ഈ വീട്ടില് വേറെ എന്തു പണിയാ മോളെ ഉള്ളത് എന്നൊക്കെ ചന്ദ്ര മറുപടി കൊടുക്കുവാണ്. ഏട്ടത്തി ഒരു പാവമാണ് ആൻറ്റി, ശ്രുതി ഏട്ടത്തി നിങ്ങൾക്ക് വന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ എന്ന് വർഷ ചോദിക്കുമ്പോൾ, ഞാനേ അവളെപ്പോലെ വീട്ടിലിരിക്കുവല്ല, എനിക്കൊരു ജോലിയുണ്ട്, പാർലറിൽ പോയി നിന്ന് ജോലി ചെയ്യുന്നവളാ ഞാൻ, അതിനിടയിലാ വീട്ടുപണി എന്നൊക്കെ ശ്രുതി പറയുകയാണ്. നമ്മളൊക്കെ ഒരു ജോലിയല്ലേ ചെയ്യുന്നേ, എന്നാ രേവതി ഏട്ടത്തി അങ്ങനെയാണോ? വീട്ടിലെ ഓരോ ജോലിയും കണ്ടറിഞ്ഞ് ചെയ്യുന്നില്ലേ? അതുകൂടാതെ ഞാൻ പോലും എൻ്റെ ഡ്രസ്സൊക്കെ അലക്കാൻ കൊടുത്തു എന്നൊക്കെ വർഷ പറയുമ്പോൾ, സാരമില്ല വർഷേ, ഞാൻ അലക്കിത്തരാം എന്ന് പറഞ്ഞ് രേവതി ആ തുണി വാങ്ങി ബക്കറ്റിലേക്ക് ഇടുവാണ്. ആൻറ്റി, നിങ്ങൾക്ക് ഈ വീട്ടില് നല്ലൊരു വേലക്കാരിയെ വെക്കാൻ പാടില്ലേ എന്ന് വർഷ ചോദിക്കുമ്പോൾ, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് നല്ലൊരു സെർവന്റ് ഇവിടെ വന്നു പോവാറുണ്ട് വർഷേ എന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പെണ്ണിനിപ്പോ സുഖമില്ല മോളെ, അതുകൊണ്ടാ ഇവിടേക്ക് വരാത്തത്. അതുമല്ല, ഈ വീട്ടില് വേലക്കാരി ചെയ്യാൻ മാത്രം പണിയൊന്നുമില്ലല്ലോ, ഇതൊക്കെ ഈ രേവതിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. വീട്ടിലിരിക്കുന്ന എല്ലാ സ്ത്രീകളും ചെയ്യുന്ന ജോലി തന്നെയല്ലേ ഇവളീ ചെയ്യുന്നേ, അതിനെന്താ പ്രത്യേകത? ആൻറ്റി, അതിനൊരു ദിവസം ഏട്ടത്തിയെ കൊണ്ട് ഇത്രയും പണിയെടുപ്പിക്കുന്നത് ശരിയല്ല. ഏട്ടത്തി അല്ലെങ്കിൽ അതിനെതിരും പറയുന്നില്ല. അങ്ങനെ വർഷ പറയുമ്പോൾ, വർഷേ, നീ പറയുന്നതൊക്കെ കറക്റ്റാണ്, എന്നാലും വീട്ടിലിരിക്കുന്ന സ്ത്രീകള് ജോലിയൊക്കെ ചെയ്യുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. രേവതി പെട്ടെന്ന് ജോലി തീർത്താലേ വൈകുന്നേരം ആകുമ്പോൾ അവക്ക് കിടന്ന് റെസ്റ്റ് എടുക്കാലോ, നമുക്കൊന്നും അങ്ങനെ പറ്റില്ലല്ലോ
8-9 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടേ നമുക്ക് എന്നൊക്കെ ശ്രുതി പറഞ്ഞു കൊടുക്കുവാണ്. അതെ അതെ, കറക്റ്റാണ്. അത് വെച്ച് നോക്കുമ്പോ ഈ രേവതി ചെയ്യുന്നതൊന്നും ഒരു പണിയേയല്ല. അങ്ങനെ ചന്ദ്ര പറഞ്ഞത് കേട്ട്, അല്ല ആന്റി, എനിക്ക് ശ്രുതിയേട്ടത്തിക്കൊക്കെ ജോലി ചെയ്ത സാലറി കിട്ടും, ഇൻഡിപെൻഡന്റ് ആവാം. എന്ന രേവതി ഏട്ടത്തിയുടെ കാര്യം അങ്ങനെയാണോ? ചെയ്യുന്ന ജോലിക്ക് സാലറി കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതുമല്ല, ഫാമിലിയിലെ എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കുന്നുമുണ്ട്. റിയലി നിങ്ങൾ ഗ്രേറ്റ് ആണ് ഏട്ടത്തി. ഈ ജോലിയൊന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ വന്ന് സഹായിച്ചേനെ. ഇപ്പൊ ഞാൻ പോലും നിങ്ങൾക്ക് എന്റെ തുണി കൊണ്ടുവന്ന് തന്നു, എന്നെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ വർഷ പറയുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ളവർക്ക് ജോലി ചെയ്തു കൊടുക്കുന്നതില് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് രേവതി പറയുമ്പോ, അങ്ങനെയാണെങ്കിൽ ശ്രുതി ഈ വീട്ടിലെ ആള് തന്നെയല്ലേ എന്ന് ചോദിക്കുവാണ് ശ്രുതി. ഓ അങ്ങനെയാണോ, ശരി എന്നു പറഞ്ഞ് രേവതി അലക്കാനായി പോകുന്നുണ്ട്. 1 മിനിറ്റ് ഏട്ടത്തി, നിങ്ങളുടെ ജോലി ഞാൻ വില കുറച്ച് കാണില്ല, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് വർഷ തന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. നോക്കാൻറ്റി, അവള് വർഷയുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നുണ്ട്, ശ്രുതിയുടെ ഡ്രസ്സ് മാത്രം എന്താ പറ്റില്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോ, ആ പറ്റില്ല എന്ന് പറഞ്ഞ് മറ്റു ഡ്രസ്സ് മാത്രം വാഷ് ചെയ്യുവാണ് രേവതി. വന്ന് വന്ന് ഇവൾക്ക് അഹങ്കാരം അധികമാവുന്നുണ്ട്, കൂടുതലായി സംസാരിക്കാൻ തുടങ്ങിയ ഇവള് എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും, അതെന്തുകൊണ്ടാണെന്നറിയോ ആന്റി, ആ വർഷയില്ലേ, അവള് കൂടുതലാ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാ ഇവളുടെ അഹങ്കാരം എന്നൊക്കെ ശ്രുതി പറഞ്ഞു കൊടുക്കുവാണ്. വർഷയ്ക്ക് ഇനി ഇവളെ പറ്റി മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ഇവൾക്ക് സപ്പോർട്ടായി സംസാരിക്കുന്നത് എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും വർഷ അങ്ങോട്ടേക്ക് വരുവാണ്. ഈ കാശ് 2000 ഉണ്ട് ഏട്ടത്തി, ഇത് പിടിക്ക് എന്ന് വർഷ പറയുമ്പോ, ഇപ്പൊ പോയി വരാൻ കഴിയില്ല വർഷേ, എനിക്ക് കടയിൽ പോവാൻ ടൈമില്ല, സാധനങ്ങൾ വാങ്ങിക്കാനാണോ, ഞാൻ അലക്കിയതിനു ശേഷം പോയിട്ട് വരാം എന്ന് രേവതി മറുപടി കൊടുക്കുവാണ്. ഇത് എനിക്ക് വേണ്ടിയല്ല ഏട്ടത്തി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ വേണ്ടിയാണ്. എന്താ മടിച്ചു നിൽക്കുന്നേ? എല്ലാ പണികളും നിങ്ങൾ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നേ, അതിന് നിങ്ങൾക്ക് ആരൊരു നേട്ടവും തരുന്നില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ ഇത് കൊടുക്കുന്നേ. പുറത്താണെങ്കിൽ സെർവൻസ് ജോലി ചെയ്യുന്നതില് ഇതിൽ കൂടുതൽ ചോദിച്ചു വാങ്ങിക്കും, നിങ്ങൾ വാങ്ങിക്കേട്ടത്തി എന്ന് വർഷ പറഞ്ഞത് കേട്ട് രേവതി ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. അത് നോക്കി കളിയാക്കി ചിരിക്കുവാണ് ശ്രുതിയും ചന്ദ്രമതിയും ഒക്കെ. ഏട്ടത്തിയുടെ വാല്യൂ ഏട്ടത്തിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, ഇത് പിടിക്കേട്ടത്തി എന്ന് പറഞ്ഞ് ആ കാശ് കയ്യിൽ വെച്ച് കൊടുക്കുവാണ് വർഷ. ഈ പണം തന്ന് നീ എന്നെ ചെറുതാക്കുകയാണോ എന്ന് രേവതി ചോദിക്കുമ്പോ, ഏട്ടത്തി കരയണ്ട, ആർക്കും ചുമ്മാ ജോലി ചെയ്ത് കൊടുക്കരുത് ഏട്ടത്തി, എങ്കിൽ ആരും ഏട്ടത്തിയെ ബഹുമാനിക്കില്ല എന്നൊക്കെ വർഷ പറയുമ്പോ, ഈ വീട്ടിൽ എല്ലാരും എല്ലാ ജോലിയും എന്നോട് ചെയ്യാൻ പറയും, പക്ഷേ നീ എനിക്ക് പണം കൊടുത്ത് എന്നെ ഈ വീട്ടിലെ ജോലിക്കാരിയാക്കി മാറ്റിയില്ലേ, അങ്ങനെയല്ലേ നീ എന്നെ കാണുന്നത് എന്ന് പറഞ്ഞ് കരയുകയാണ് രേവതി. എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ? ഞാൻ ഏട്ടത്തെ വേലക്കാരിയായിട്ട് കാണുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുവല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഒരു നേട്ടവും കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ഇപ്പോ ശ്രുതി ഏട്ടത്തിയെ നോക്ക്, ആന്റിക്ക് പോക്കറ്റ് മണിയായിട്ട് ഒരു തുക കൊടുത്തില്ലേ, ആന്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആന്റിയെ വേലക്കാരിയായി കരുതിയിട്ടാണോ ശ്രുതി ഏട്ടത്തി ആ പണം കൊടുത്തത്? അങ്ങനെ വർഷ പറയുന്നത് കേട്ട് ശ്രുതി ദേഷ്യത്തിൽ വരുവാണ്. ഹലോ, ഞാൻ എപ്പോഴാ ആന്റിയെ വേലക്കാരിയായി കരുതിയിട്ട് ആ പണം കൊടുത്തത്? ഇവരെനിക്ക് അമ്മയെ പോലെയാണ്, അമ്മയ്ക്ക് കൊടുക്കുന്നത് പോലെയാണ് ഞാൻ ആ പണം കൊടുത്തേ എന്നൊക്കെ ശ്രുതി ദേഷ്യത്തിൽ പറയുന്നുണ്ട്. കേട്ടില്ലേ ഏട്ടത്തി, അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്വന്തം സിസ്റ്ററിന് കൊടുത്തത് പോലെയാണ് ഈ പണവും കൊടുത്തത്. നമ്മളൊക്കെ പുറത്തു പോയി സമ്പാദിക്കുന്നുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കുന്നുണ്ട്, അതേപോലെ ഏട്ടത്തിയും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, അതുകൊണ്ടാ ഇത് കൊടുത്തേ. ഇനി ഏട്ടത്തിക്ക് എപ്പോ ആവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ പറഞ്ഞ് വർഷ അവിടുന്ന് പോകുന്നുണ്ട്. ചന്ദ്രമതി രേവതിയുടെ അടുത്തേക്ക് വന്ന്, ഇപ്പോഴാണെടി എനിക്ക് മനസ്സിലായത് നീ എന്തിനാ വർഷമോളുടെ പിന്നാലെ ചുറ്റി നടന്നേന്ന്, അവൾ ഇത്ര കെയർ ചെയ്യുന്നേന്ന്, ഇങ്ങനെ കാശ് കിട്ടാൻ വേണ്ടിയല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ, ആന്റി എനിക്ക് ഇങ്ങനത്തെ ട്രിക്കൊന്നും അറിയാതെ പോയല്ലോ, ഞാൻ ഡ്രസ്സ് അലക്കാൻ കൊടുക്കുമ്പോ കൂടെ കുറച്ച് കാശ് കൂടി കൊടുക്കണമായിരുന്നു, അപ്പോൾ എൻ്റെ ജോലിയും എളുപ്പമായേനെ എന്ന് പറഞ്ഞ് കളിയാക്കുവാണ് ശ്രുതി. അതെ അതെ, ഇങ്ങനെ പോയാലേ വീട്ടിലുള്ള എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഇവള് കാശ് വാങ്ങിക്കുമല്ലോ, ശമ്പളം അതല്ലേ ഇത്, വീട്ടിനകത്ത് തന്നെ ഇവക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, നീ വാ മോളെ, ഇനി നമ്മളോടും ഇവള് ശമ്പളം ചോദിക്കും. അങ്ങനെ പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതൊക്കെ കേട്ട് ആ കാശ് നോക്കി സങ്കടപ്പെട്ട് നിൽക്കുവാണ് രേവതി. രാത്രിയായപ്പോ ശ്രീകാന്ത് മുറിയിലേക്ക് വന്ന് വർഷയോട് ദേഷ്യപ്പെടുവാണ്. രേവതി ഏട്ടത്തിയെ പറ്റി നീ എന്താടി വിചാരിച്ചിരിക്കുന്നേ,
അവരെ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ്, അല്ലാതെ ഈ വീട്ടിലെ സെർവൻസ് ഒന്നുമല്ല. ആക്ച്വലി രേവതി ഏട്ടത്തിയുടെ മേൽ ഞാൻ എത്രയാ കെയർ ചെയ്യുന്നതെന്നറിയോ? പക്ഷെ ബാക്കിയുള്ള ആരും തന്നെ അവരിൽ നിന്നും ബെനിഫിറ്റ് മാത്രം എടുത്തോണ്ടിരിക്കുവാണ്. ഏട്ടത്തി ആരും ശരിയായി ട്രീറ്റ് ചെയ്യുന്നില്ല. ഇവരെ കൊണ്ട് എല്ലാവരും ചുമ്മാ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ എന്നെ കൊണ്ട് അതിന് പറ്റില്ല. കാരണം അവരെ ഞാൻ സിസ്റ്ററിനെ പോലെയാ കാണുന്നേ എന്നൊക്കെ വർഷ മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നീട് രാത്രി സച്ചി മുറിയിലേക്ക് വന്നപ്പോ, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഈ വീട്ടിലുള്ളവരൊക്കെ എന്നെ വെറും വേലക്കാരിയായി മാറ്റിക്കൊണ്ടിരിക്കുവാണ്. ഇത് കണ്ടില്ലേ പണം, ശമ്പളം തന്നതാ 2000 രൂപ, ഈ വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് തന്നതാ എന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാരാ പുതിയ മുതലാളി? ആരാ രേവതി നിനക്ക് കാശ് തന്നേ എന്ന് സച്ചി ചോദിക്കുമ്പോ, ആര് തന്നൂന്നല്ലല്ലോ പ്രശ്നം, ഞാൻ ഈ വീട്ടിൽ ജോലി ചെയ്യുന്നവള് മാത്രമായി, അത് മനസ്സിലായി എനിക്ക്. ശ്രുതിയും വർഷയും പണക്കാരുടെ വീട്ടിലെ കുട്ടികളാണ്, ഞാൻ മാത്രം സാധാരണ പൂ കെട്ടുന്നവള്. അപ്പോൾ ഈ വീട്ടില് എന്നെ വേലക്കാരിയായിട്ട് മാത്രമല്ലേ അവരൊക്കെ കാണൂ എന്ന് രേവതി മറുപടി കൊടുക്കുവാണ്. എന്താ രേവതി നീ ഇങ്ങനെ സംസാരിക്കുന്നേ? നീ എന്താ വേലക്കാരിയാണോ? നീ എൻ്റെ ഭാര്യയല്ലേ എന്ന് സച്ചി പറയുമ്പോൾ, എന്നെ ആരും അങ്ങനെ കാണുന്നില്ല സച്ചിയേട്ടാ, വേലക്കാരി ആയിട്ടാ കാണുന്നേ. അതിനുള്ള ശമ്പളമാണ് വർഷ എനിക്ക് ഇന്ന് തന്നത്. അവളുടെ തുണി അലക്കാൻ 2000 രൂപ പണം കൊടുത്തിട്ട് പോയി, അത്രയുള്ളൂ എനിക്ക് ഈ വീട്ടിൽ വില എന്ന് പറഞ്ഞ് കരയുകയാണ് രേവതി. അവളുടെ പണിയല്ലേ ഇത്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവളെ വിശ്വസിക്കരുതെന്ന്. വട്ടുപിടിച്ച പെണ്ണാത്, പണമുള്ളതിന്റെ കൊഴുപ്പാ. നീയല്ലേ അവൾക്ക് നല്ല പെണ്ണാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഇപ്പൊ കണ്ടില്ലേ, നിനക്ക് തന്നെ അവൾ ആപ്പ് വെച്ചു. നിന്നെ കൊണ്ട് തന്നെ വേലക്കാരിയാണെന്ന് അവൾ ആക്കിപ്പിച്ചില്ലേ? നീ എന്തിനാ വാങ്ങി വെച്ചത്? അറിവില്ലാത്തവളെ നീ എടുത്തോണ്ട് പൂടി എന്ന് പറഞ്ഞ് ആ കാശ് തിരിച്ചു കൊടുക്കാറുന്നില്ലേ എന്ന് ചോദിക്കുവാണ് സച്ചി. എങ്ങനെ ചോദിക്കാൻ പറ്റും? അവര് രണ്ടുപേരും പഠിച്ചവര്, ജോലിക്ക് പോയി സമ്പാദിക്കുന്നവര്. എന്നാ ഞാൻ അങ്ങനെയാണോ? ഈ വീട്ടിലെ വേലക്കാരിയാവാനാ എന്റെ തലയിലെഴുത്ത്. അതാരെക്കൊണ്ടും മാറ്റാൻ പറ്റില്ല. ഈ കാശ് പിടിക്ക്. വർഷ എന്ത് വിചാരിച്ചാണ് ഇതെനിക്ക് തന്നേന്ന് എനിക്കറിയില്ല. എന്നാ മുഖത്തടിച്ചതുപോലെ ഈ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല. നിങ്ങളിത് ശ്രീകാന്തിന് കൊടുത്തേക്ക് എന്നു പറഞ്ഞ് ആ കാശ് സച്ചിയുടെ കയ്യിൽ കൊടുക്കുവാണ് രേവതി. ശരി, ഞാൻ ഇത് കൊടുത്തോളാം. എവിടെയോ ഇരിക്കുന്നവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നീയല്ലേ? ഇപ്പൊ നിനക്ക് ശമ്പളം തന്ന ജോലി ചെയ്യിപ്പിക്കുന്നു. സാരമില്ല രേവതി, ജീവിതം എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാ കാലം ഇങ്ങനെയല്ല, അത് നാളെ തന്നെ മാറും, നീ വിഷമിക്കണ്ട എന്നു പറഞ്ഞ് സച്ചി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് രേവതി ഉറങ്ങിയ ശേഷം ആരും കാണാതെ പുറത്തേക്ക് കാറെടുത്ത് പോവുകയാണ് സച്ചി.